Sorry ass DJ. മക്കളെ അവ ഇങ്ങോട്ട് പോയടിയാ. അത് അമ്മ അവള് വിറവ് പറക്കാനായിട്ട് പോയിരിക്കുക. മക്കളെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. എനിക്ക് കുറച്ച് മുറുക്കാൻ വേണം. മുറുക്കാൻ വാങ്ങാൻ വേണ്ടിട്ട് അവളെ വിളിക്കണം. ആ മക്കളെ നീ അമ്മ എനിക്ക് മുറുക്കാൻ വാങ്ങിക്കൊണ്ട് വരണേ. നീ അങ്ങോട്ട് പോകരുത്. ചക്കിന്റെ കടയിൽ നിന്ന് വാങ്ങിയാ മതി. അമ്മാവി അവിടെ ഉണ്ടെങ്കിലേ അങ്ങോട്ട് വീഴണ്ട കേട്ടാ. അവിടെ ഇരിക്കട്ട് നിറയെ ബാങ്കോട്ടാണ് അവിടെ ഇരിക്കുന്നത്. കരുതൂക്കണം. ഞാൻ പോവാ. ബൈക്കില്ലാത്തോണ്ട് സൈക്കിൾ അവന്റെ സൈക്കിളിൽ പോവാ ഇപ്പൊ. നീ സ്കൂട്ടിക്കൊക്കെ പോണേ. വഴിയില് ചക്കികളെ കണ്ടാലൊന്നും വണ്ടിയൊന്നും നിർത്തല്ല കേട്ടാ. നിന്റെ ഭാര്യ നിന്നെ തല്ലിക്കൊല്ലും. എന്നെന്തേലും ഫുട്ബോളൊക്കെ കളിച്ച് കഴിഞ്ഞില്ലേ, ഞാൻ പോട്ടാ. നീ പോ. ശരിയാ ഓടാ, നീ പോക്കോടാ. അച്ഛൻ കണ്ട എന്നെ പെട്ടെന്ന് പിടിക്കും. ഈ അച്ഛൻ ഇതുപോലത്തെ അതേ ഡ്രസ്സുണ്ട്, അതുകൊണ്ട് എന്നെ പിടിക്കും. ഞാൻ പോണേടാ. അമ്മ ഇതെങ്കിലും കിട്ടിയത് നന്നായി. വിറവില്ലാത്ത സ്ഥാനത്ത് ഇതെങ്കിലും കിട്ടട്ട്. കുഴപ്പമില്ല. ഞാൻ കൊണ്ടുപോയി അടുപ്പിന്റെ മുകളിലേക്ക് കത്തിക്കണം. അല്ലെങ്കിലേ ചിലപ്പോൾ ഇത് കിടന്ന് ചെതലും പിടിച്ച് കിടക്കും. ഞാൻ പോട്ടെ. അതൊക്കെ കല്യാണത്തിന് കുറിച്ച് ആദരണങ്ങളാ. ആദ്യം ഈ എന്റെ മാലുണ്ട്, ബാക്കി എല്ലാം പണയത്തില്ല. എന്ത് ചെയ്യാനാ. കൊണ്ടുപോയി എന്റെ മോയ്. എന്ത് മോനെന്നും പറഞ്ഞോണ്ട്. എന്തിനാ നമ്മൾ കുറുകുറുക്കണേ? അമ്മൂമ്മ അച്ഛനാ കുറ്റം പറഞ്ഞോണ്ടിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സ്വർണ്ണം ഇല്ലേ, ആ സ്വർണത്തിന്റെ പേരില് ബാക്കിയെല്ലാം കൊണ്ട് പണയം വെച്ചെന്നും പറഞ്ഞോണ്ടിരുന്ന് കുറുകുറുക്കണതാ. നീ എന്താ താമസിച്ചത്? നമുക്ക് നീ ഇതെന്തിനാ ചെയ്തത്? ഇതൊക്കെ ഇട്ടോണ്ടിരിക്കുകയായിരുന്നു. ഞാനേ നിന്നെ അങ്ങോട്ട് തപ്പാൻ വേണ്ടി വന്നായിരുന്നല്ലോ. നീ എവിടെ പോയിരുന്നടാ? ഞാനേ ആ ശശിയുടെ കടയിൽ വന്നായിരുന്നു കുറച്ച് മുറുക്കാൻ വാങ്ങാനായിട്ട്. ഇത്ര നേരം രാത്രിയാക്കാണ്ട് വായിക്കൊക്കെ എന്താ പൊണ്ണു പോലെ വഴച്ചിരുന്നു. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്. എന്നിട്ട് കുറച്ച് പാല് വാങ്ങിക്കൊണ്ടാ. അവള് പാല് വേണ്ട, അവിടെ കൊണ്ട് വഴക്കുണ്ടാക്കുക. ഇല്ലേ ആ വഴക്കുണ്ടാക്കുന്ന അല്ലാട്ട് പോയി സമാധിപ്പിക്കുകയും വേണം കേട്ടോ. അവള് പാലോട്ടില്ല, അവള് കിറുക്കോട് ചെയ്യാണ്. ഈ വീട്ടിലെ വഴക്ക് എന്നൊക്കെ തീരും അല്ലേ? സത്യം, എന്ത് ചെയ്യാൻ, ഒരു രക്ഷയും ഇല്ലാത്ത വീടായിപ്പോയി. അതായിരിക്കുന്നു ഈ അമ്മയും അച്ഛൻ. അങ്ങോട്ട് പോണേ. നമുക്ക് എന്തായാലും അതുവരെ പോയിട്ട് വരാം. ഈ അമ്മയും അച്ഛനും നമ്മളിട വഴക്കാണ് ഇപ്പോഴും. ഇനി അമ്മൂമ്മയാണെങ്കിൽ മുറുക്കാനുള്ള എൻ്റെ പേര്. അതിന് ഇത് ശല്യം. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് തിരിച്ച് വീട്ടിൽ പോയാലോ. അപ്പോൾ ഒരു പട്ടി വാങ്ങിച്ചാലോ? സച്ചുവിൻ്റെ വീട്ടിൽ പട്ടിയുണ്ട്. എന്തായാലും ഒരു പട്ടി വാങ്ങണമായിരിക്കും നല്ലത്. ചാച്ചിയോട് ഞാൻ ഒരു പട്ടി വാങ്ങട്ടാ. എടാ വാങ്ങണമെന്നൊക്കെ ആഗ്രഹം എനിക്കും ഉണ്ട്. നീ വാങ്ങിക്കോ. പക്ഷെ അച്ഛനും അമ്മയും സമ്മതിക്കണ്ടേ? ആദ്യം അവര് സമ്മതിക്കുമെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ഒരു പട്ടിയെ വാങ്ങാം. നമുക്കൊരു നമ്മുടെ ഫ്രണ്ടിന്റെ അടുത്ത് ചോദിച്ചു നോക്കാം. അവളാകുമ്പോ നമുക്ക് തരും. എന്നാ ചോദിച്ചു നോക്കാം അല്ലേ? അമ്മ നമ്മള് ഒരു പട്ടിയെ വാങ്ങാൻ പോവാണേ. നമ്മളൊരു ഫ്രണ്ടിനെ കണ്ടിട്ട് ഇപ്പൊ അവള് വന്നല്ല, അവളോട് ചോദിച്ചു നോക്ക്. അവള് വന്ന്. എടി പട്ടിക്ക് എത്ര രൂപയാവും? അതായത് കൊമ്മ അറിയുന്നോ? അത് മുടി കേട്ടൂടാ. അവൾ അവിടെ അല്ലേ ഇങ്ങനെ. അതാ ആ പട്ടിയാ? അയ്യോ, നമ്മൾ നോക്കിയിട്ട് പറയാം. എന്തായാലും നമ്മൾ നോക്കിയിട്ട് പറയാം. നാളെ വരാം. ശരി.
അങ്ങനെ പട്ടിയെ കിട്ടി. നല്ല സൂപ്പർ ഐറ്റം അല്ലേടാ. എന്തെങ്കിലും കുഴപ്പമില്ല, നല്ലത് തന്നെ. മനുഷ്യ ഇവിടെ പഞ്ചസാര തീർന്ന്. നീയല്ലല്ല ഞാൻ ചോദിച്ചിരിക്കണ. എന്റെ ഒന്നാമത് പൈസ ഇല്ല, ഇപ്പൊ ജോലി പോലും ഇല്ലാതിരിക്കുകയാണ്. എന്തിനാണ് ഈ ജീവിതം? മനുഷ്യ ഇത് നിങ്ങളുടെ മാത്രം എന്റെ മാത്രം വീടല്ല, നിങ്ങളെയും കൂടെ വീടാണ്. ഇനി ഞാൻ മുതൽ നാളെ തൊട്ട് റോട്ടിൽ കിടക്കാം. എന്ത് അത് മതിയാ? പിന്നെ ചെന്ന റോട്ടി കടാ. അതാകുമ്പോ എനിക്ക് ജോലിക്ക് പോകണ്ട, ചെറുതായിട്ടൊന്നും ജോലി ചെയ്താ പോരെ. പൈസ എന്റെ കയ്യിൽ ഇരിക്കുമല്ലോ, നിങ്ങളെ നോക്കണ്ട. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കൊള്ളണം. അച്ഛൻ്റെ അമ്മയുടെ വഴക്ക് വീണ്ടും തുടങ്ങി. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബൈ.